മത്തായി 9:37 ഈശോ ഇങ്ങനെ പറയുന്നു, വിളവ് അധികമാണ്, വേലക്കാരെ ചുരുക്കം. കാരണം പണിയെടുക്കുന്ന കുറെ പേരെ ഞാൻ കണ്ടു, പക്ഷെ അവർക്കാർക്കും ഹൃദയം യജമാനനെ പോലെ ഈ വിളവുകളെല്ലാം സൂക്ഷിക്കണമെന്നും അതെല്ലാം നന്മയായിരിക്കണമെന്നും ഒന്നുമല്ല. അന്ധനായ ഒരുവനെ ഈശോ സൗഖ്യമാക്കുന്ന രംഗം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈശോ അയാളെ സൗഖ്യമാക്കിയ ശേഷം നീ എന്താണ് കാണുന്നതെന്ന് ചോദിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ കുറെ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ അവരെല്ലാവരും മരങ്ങളെ പോലെ ഇരിക്കുന്നു. അതിനർത്ഥം അവരെല്ലാം മനുഷ്യരാണ്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ സ്നേഹമോ മനുഷ്യത്വത്തിന്റെ ഭാവങ്ങളോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ അവർ ദൈവഭക്തിയിലേക്ക് വളരും? ദൈവരാജ്യത്തിന്റെ വേല ചെയ്യാൻ നമ്മൾക്കെല്ലാവർക്കും വിളിയുണ്ട്, പക്ഷെ വേലക്കാരുടെ ഹൃദയം നമ്മളിൽ ആർക്കും ജനിക്കുന്നില്ല. യജമാനന്റെ മഹത്വം അന്വേഷിക്കുന്ന ഹൃദയം നമ്മളിൽ ആരിലും ജനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു ഹൃദയം എനിക്ക് നീ ജനിപ്പിക്കണമേ. അനേക വിളവുണ്ട് ഭൂമിയിൽ, പക്ഷെ എല്ലാം നിന്റെ മഹത്വത്തിനു വേണ്ടി കാഴ്ചവെക്കാൻ എനിക്ക് കൃപ ചെയ്യണമേ. മാർക്കോസിന്റെ സുവിശേഷത്തിൽ താൻ വരുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനായി കാണുന്ന വേലക്കാരനെ പറ്റി യജമാനൻ സന്തോഷിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മെക്കുറിച്ച് കർത്താവ് സന്തോഷിക്കണമെങ്കിൽ തീർച്ചയായും കർത്താവ് നോക്കുമ്പോൾ നാം ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുന്നവരായിരിക്കണം. അത്തിവൃക്ഷത്തിന്റെ ഉപമയിലൂടെ ഏത് കാലത്തും ഫലമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനായി നമുക്ക് പ്രയത്നിക്കാം.